ഹായ് വെൽക്കം ടു സക്സസ് അക്കാഡമി. നമ്മൾ നോക്കാൻ പോകുന്നത് 2023 നടന്ന CHSL ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രീവിയസ് ഇയർ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എക്സാം നടന്നത് 2/8/2023 തേർഡ് ഷിഫ്റ്റിലെ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തൊട്ട് നോക്കാം. A shopkeeper marked a product 40% above the cost price and sold the product for 3,780 by giving a discount of 10%. The profit percentage of the shopkeeper is. സോ ക്വസ്റ്റിൽ പറഞ്ഞേക്കുന്നത് എന്താ, അതായത് ഒരു ഷോപ്പ് കീപ്പർ കോസ്റ്റ് പ്രൈസിനേക്കാൾ 40% കയറ്റിയിട്ടാണ് ആൾ എന്തിട്ടത്, മാർക്കറ്റ് പ്രൈസ് ഇട്ടത്. സോ ആ മാർക്കറ്റ് പ്രൈസിൽ 10% ഡിസ്കൗണ്ടും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ആളുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്താ കാണണ്ടേ, നമുക്ക് പ്രോഫിറ്റ് ആണ് ഇവിടെ കാണേണ്ടത്. എത്ര പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റ് കിട്ടിയെന്നാണ് നമുക്കിവിടെ കാണേണ്ടത്. സോ നമുക്ക് രണ്ട് വാല്യൂസ് മാത്രം മതി. ഏത്, ഈ 40%-ഉം 10%-ൻ്റെയും ആവശ്യം മാത്രമേ ഉള്ളൂ. ഈ തന്നേക്കണ എമൗണ്ടിൻ്റെ ആവശ്യം ഇല്ല, കാരണം നമുക്കിവിടെ അത് യൂസ് ചെയ്യണ്ട. നമ്മൾ പറഞ്ഞേക്കുന്നത് എന്താ, ഒരു കോസ്റ്റ് പ്രൈസിൻ്റെ മേലെ 40% കയറ്റി 10% ഡിസ്കൗണ്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് എത്ര? സോ നമുക്ക് ചെയ്യാനൊരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് എന്താ, സക്സസീവ് മെത്തേഡ് ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. സോ സക്സസീവ് മെത്തേഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x + y + x × y / 100. ഇതാണ് എന്ത്, സക്സസീവ് മെത്തേഡ് കാണാനുള്ള സക്സസീവ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ. സോ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം എന്ത്, ആദ്യം ഒരു ഐറ്റം, അതും 40% കൂട്ടിയിട്ട് എന്ത് ചെയ്തു, 10% ഡിസ്കൗണ്ട് കൊടുത്തു. സോ 40% കഴിഞ്ഞിട്ട് എന്ത് വേണം, -10% ആണ് വേണ്ടത്. കാരണം എന്താ, 10% കുറയ്ക്കുകയാണ് ചെയ്തത്. അതുപോലെ എന്താ, -40 × 10/100. ഇവിടെ മൈനസ് ഒന്ന് എന്താ, ഓൾറെഡി 10-ന് മൈനസ് ആണ്. സോ മൈനസ് നമ്മൾ എന്ത് ചെയ്തു, ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുത്തു. ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 30 - 0 കട്ട് ചെയ്ത് പോയി, 30 - 4 എന്ന് വന്നു. സോ ഫൈനൽ എത്ര വന്നേ, 26% ആണ് നമ്മളിവിടെ ഫൈനൽ പെർസെൻറ്റേജ്. സോ ഈ ഫൈനൽ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എന്താ, ലാസ്റ്റ് ഉണ്ടായ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് നമുക്കിവിടെ കിട്ടിയത്. സോ ഇതുപോലെ ഒരു കോസ്റ്റ് പ്രൈസുമേ എത്രയോ പെർസെൻറ്റേജ് കൂട്ടി അതിൽ നിന്ന് ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ കാണാം, സക്സസീവ് പെർസെൻറ്റേജ് മെത്തേഡ് യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആൾക്ക് എത്ര പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റ് കിട്ടിയെന്നുള്ളത് നമുക്ക് ആൻസർ കിട്ടും. സോ ഇവിടെ എത്ര, ഓപ്ഷന് 26% ആണ് നമ്മുടെ ആൻസർ ഇവിടെ വന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In a circle of radius 40 cm, the arc subtends an angle of 90° at the center. The length of the arc is equal to. So നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ആ ആർക്കിൻ്റെ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്, 90° തന്നിട്ടുണ്ട്. അതുപോലെ എന്താ, റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്, 40 cm തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കാണണ്ടേ, ആർക്ക് ലെങ്ത് ആണ് നമുക്കിവിടെ കാണണ്ടേ. സോ ആർക്ക് ലെങ്ത് കാണാൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ, ആർക്ക് ലെങ്ത് കാണാൻ ഇക്വേഷൻ 2πr × θ/360. സോ ആർക്ക് ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ, 2πr × θ/360. സോ നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കാം. 2 × പൈന് പകരം എന്താ, 22/7 × റേഡിയസ് എന്ന് പറയുന്നത് എന്താ, 14 × ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ആർക്കിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് എത്ര, 90° ആണ്. സോ 90/360. സോ നമുക്ക് കോമൺ ആയിട്ട് കട്ട് ചെയ്ത് കളയാം. 4-ൽ പോവും, 4-ലാകുമ്പോൾ ഇവിടെ 7-ഉം വരും, ഇവിടെ കട്ട് ചെയ്ത് പോവും. സോ 7-ഉം 7-ഉം കട്ട് ചെയ്ത് പോയി. സോ നമ്മുടെ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് എന്താ വന്നേ, ലാസ്റ്റ് എന്താ ബാക്കിയുള്ളത്, 22 cm ആണ് നമുക്ക് ലാസ്റ്റ് വന്നത്. സോ 22 cm ആണ് നമ്മുടെ ആർക്ക് ലെങ്ത്. അതായത് ഓപ്ഷൻ സി 22 cm ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Two triangles MNO and XYZ are given similar with the ratio of their sides as 9:4. If the area of the larger triangle is 243 square centimeter, then the area of smaller triangle will be. So നമുക്ക് എന്താ, രണ്ട് ട്രയാങ്കിൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ആ രണ്ട് ട്രയാങ്കിൾ എന്താ, സിമിലർ ആണെന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. സോ ഓൾറെഡി സിമിലർ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, MN/XY = NO/YZ = MO/XZ എന്ന് നമുക്ക് എഴുതാം. കാരണം എന്താ, ഓൾറെഡി ഈ രണ്ട് ട്രയാങ്കിൾസ് എന്താ, സിമിലർ ആണ്. സോ സിമിലർ ആകുമ്പോൾ നമുക്ക് ഓൾറെഡി ഇങ്ങനെ എഴുതാം. സോ ഇതിൻ്റെ ആവശ്യം നമുക്കില്ല.
നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്, ദ റേഷ്യോ ഓഫ് ദ സൈഡ്സ് ആർ 9:4. സോ അവരുടെ സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താ 9:2, അതായത് 9/4 അല്ലെങ്കിൽ 9:4 ആണ് അവരുടെ സൈഡിൻ്റെ റേഷ്യോ. സോ രണ്ട് ട്രയാങ്കിൾ ഓൾറെഡി സിമിലർ ആണെന്ന് പറഞ്ഞു. അവരുടെ സൈഡിൻ്റെ റേഷ്യോ 9:4 ആണെങ്കിൽ അവരുടെ ഏരിയാസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്ത് കിട്ടും, സൈഡ്സിൻ്റെ റേഷ്യോൻ്റെ സ്ക്വയർ ആണ് എന്ത്, ഏരിയാസിൻ്റെ റേഷ്യോ. അതായത് നമുക്ക് എന്ത് കിട്ടും, 81/16 എന്ന് കിട്ടും. ഇതാണ് എന്ത്, അവരുടെ ഏരിയാസിൻ്റെ റേഷ്യോ. സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 9:4, അവരുടെ ഏരിയാസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 81/60 എന്ന് കിട്ടും. എന്ത് ചെയ്യുക, സൈഡിൻ്റെ റേഷ്യോസിൻ്റെ സ്ക്വയർ എടുക്കുക. സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് കിട്ടും, ഏരിയൻ്റെ റേഷ്യോ കിട്ടും. സോ എന്താണ് ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് MNO ബൈ രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് XYZ ഇസിക്കൽ ടു 81/16 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. കാരണം എന്താ, സൈഡിൻ്റെ റേഷ്യോസിൻ്റെ സ്ക്വയർ എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഏരിയൻ്റെ റേഷ്യോ കിട്ടും. സോ ഇതിൽ നമുക്ക് തന്നിട്ടുണ്ട് എന്താ, ഏരിയ ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ ഈസ് 243 എന്ന് തന്നിട്ടുണ്ട്. സോ നമുക്കറിയാം എന്ത് 81/60 എന്ന് പറയുമ്പോൾ റേഷ്യോ എന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും, MNO ട്രയാങ്കിൾ ആണ് വലുതെന്ന് നമുക്ക് മനസ്സിലാവും. സോ ഈ MNOൻ്റെ റേഷ്യോ ആണ് എന്ത്, MNOൻ്റെ ഏരിയ ആണ് എന്ത് 243. സോ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്കറിയാം 243 ആണെന്ന് തന്നിട്ടുണ്ട്. കാരണം എന്താ, ബിഗ്ഗർ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ്. റേഷ്യോ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത്, ഫസ്റ്റത്തെ ട്രയാങ്കിളിലാണ് കൂടുതൽ ഏരിയ വരാം. സോ MNO, ഏരിയ ഓഫ് MNO ആണ് എന്ത് 243 ബൈ സ്മോളർ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എന്താ, ഏരിയ ഓഫ് XYZ ഇസിക്കൽ ടു എത്ര, 81/16 നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് XYZ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും, 243/81 ഇൻറ്റു 60 എന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. കോമൺ ആയിട്ട് കട്ട് ചെയ്ത് കളയുമ്പോൾ എത്ര വരും, 3 പോവും. 3 × 60 എന്ന് പറയുന്നത് എത്ര കിട്ടും, 48 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ സ്മോളർ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്ര കിട്ടും, 48 സ്ക്വയർ സെൻറ്റിമീറ്റർ. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നമുക്ക് സൈഡ്സിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ ഏരിയാസിൻ്റെ റേഷ്യോ കാണാൻ എന്ത് ചെയ്യുക, സൈഡ്സിൻ്റെ റേഷ്യോനെ സ്ക്വയർ എടുക്കുക. സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് കിട്ടും, ഏരിയാൻ്റെ റേഷ്യോ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Manoj marked his goods 30% above the cost price and gives a 12% discount to the customer. What is the profit or loss percentage? So നമ്മൾ എന്താ ഫസ്റ്റ് ചെയ്ത അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്താ ചെയ്യുക, ഒരു കോസ്റ്റ് പ്രൈസ് ഉണ്ട്. ആ കോസ്റ്റ് പ്രൈസിൻ്റെ മേലെ എന്ത് ചെയ്തു, 30% കയറ്റിയിട്ട് എന്ത് ചെയ്തു, 12% ഡിസ്കൗണ്ട് കൊടുത്തു. ഏത് മെത്തേഡാ, സക്സസീവ് മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. സോ സക്സസീവ് ഇക്വേഷൻ എന്ന് പറയുന്നത് X + Y + X × Y/100 ആണ് എന്ത്, സക്സസീവ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ. സോ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, 30% ആണ് കൂട്ടിയത്, പിന്നെ എന്താ 12% ഡിസ്കൗണ്ട് കൊടുത്തു. സോ ഡിസ്കൗണ്ട് അതായത് 12% കുറയ്ക്കുകയാണ് ചെയ്തത്, അതുകൊണ്ട് എന്ത് ചെയ്യുക, മൈനസ് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ എന്ത്, -30 × 12/100. ഇവിടെ മൈനസ് വരാൻ എന്താ കാരണം ഓൾറെഡി 12 എന്താണ് മൈനസ് ആണുള്ളത്. സോ ഈ മൈനസ് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് കയറ്റി കിട്ടുന്നേ ഉള്ളൂ. സോ കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും, 18 - 3.6, അതായത് എത്ര കിട്ടും, 14.4% എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി എന്താ, ഇത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. സോ പ്രോഫിറ്റ് ആണെങ്കിൽ എന്ത് കിട്ടും, നമുക്ക് ഈ ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് എന്ത് വരും, നെഗറ്റീവ് സൈൻ വരും. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് സൈൻ വരാണെങ്കിൽ അത് ലോസ് ആണ്. സോ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്, പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയത്. സോ പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് എന്താ, പ്രോഫിറ്റ് ആണ് വന്നേക്കുന്നത്. ഇനി നെഗറ്റീവ് വാല്യൂ ആണ് ഓവറോൾ കിട്ടണമെങ്കിൽ അത് ലോസ് ആണ്. സോ ഇവിടെ നമ്മുടെ ആൻസർ ചെയ്താൽ വരാം 14.4% പ്രോഫിറ്റ് ആണ് വരുന്നത്. കാരണം ഇവിടെ നമുക്ക് പോസിറ്റീവ് സൈൻ ആണ് നമുക്കിവിടെ കിട്ടിയത്. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ സക്സസീവ് ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് cos theta plus sec theta is equal to √3, then what is the value of cos cube theta plus sec cube theta? സോ ഇതെന്താ, ഇത് അൽജിബ്രയിലെ ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് എന്തറിയണം, അൽജിബ്രയിലെ ഒരു ഐഡൻറ്റിറ്റി നമുക്ക് അറിഞ്ഞിരിക്കണം.
അതേതാണ്? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഓൾ ക്യൂബ് മൈനസ് 3ab എ പ്ലസ് ബി. ഇതാണ് എന്ത്? എ ക്യൂബ് പ്ലസ് ബി ക്യൂബിൻ്റെ എക്സ്പാൻഷൻ വരുന്നത്. സോ ഇവിടെ എന്ന് പറയുന്നത് എന്താ? കോസും ബി എന്ന് പറയുന്നത് എന്താ? സീക്കും ആണ് വരുന്നത്. സോ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എ ക്യൂബ് എന്ന് പറയുന്നത് കോസ് ക്യൂബ് തീറ്റ പ്ലസ് സീക്ക് ക്യൂബ് തീറ്റ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഓൾ ക്യൂബ്. അതായത് കോസ് തീറ്റ പ്ലസ് സീക്ക് തീറ്റേൻ്റെ ക്യൂബാണ് വേണ്ടത്. സോ റൂട്ട് 3ൻ്റെ ക്യൂബ് മൈനസ് 3 എ ഇൻറ്റു ബി. എ ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ എന്താ? കോസ് തീറ്റ ഇൻറ്റു സീക്ക് തീറ്റ. കോസ് തീറ്റ ഇൻറ്റു സീക്ക് തീറ്റ എന്ന് പറയുന്നത് എത്ര വരാം? 1 ആണ് വരാം. സോ കോസ് തീറ്റ ഇൻറ്റു സീക്ക് തീറ്റ 1 ആണ് ഇൻറ്റു എ പ്ലസ് ബി. എ പ്ലസ് ബി എന്ന് പറയുന്നത് കോസ് തീറ്റ ഇൻറ്റു സീക്ക് തീറ്റ, സോറി കോസ് തീറ്റ പ്ലസ് സീക്ക് തീറ്റ എന്താണ്? റൂട്ട് 3 ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. സോ ബാക്കിയുള്ളത് ചെയ്യാം. കോസ് ക്യൂബ് തീറ്റ പ്ലസ് സി ക്യൂബ് തീറ്റ ഇസ് ഈക്വൽ ടു ക്യൂബ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 3 റൂട്ട് 3 മൈനസ് 3 റൂട്ട് 3. അതായത് 3 റൂട്ട് 3 3 റൂട്ട് 3 മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഫൈനൽ ആൻസർ എത്ര? 0 ആണ് നമുക്കിവിടെ കിട്ടുന്നത്. സോ ഇവിടെ നമ്മൾ പഠിക്കേണ്ട എന്താ? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഓൾ ക്യൂബ് മൈനസ് 3ab എ പ്ലസ് ബി. സോ ഈ ഒരു ഐഡൻറ്റിറ്റി ആണ് നമ്മളിവിടെ യൂസ് ചെയ്ത്, അൽജിബ്രയാണ് നമ്മളിവിടെ യൂസ് ചെയ്ത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ കോസ്റ്റ് ഓഫ് 3 ബ്രെഡ്സ് ആൻഡ് 1 packet of juice at a certain store is 323.5 rupees. At the same store, the cost of 5 bread and packet of juice is 433.50. What will be the cost of 2 bread and 2 packets of juice in the store? സോ ക്വസ്റ്റിൽ തന്ന സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് അതേപടി ഒന്ന് എഴുതി നോക്കാം. 3 ബ്രെഡ് പ്ലസ് 1 ജ്യൂസ് ഇസ് ഈക്വൽ ടു എത്ര രൂപയാണ്? 323.50. 50. രണ്ടാം സ്റ്റേറ്റ്മെൻറ്റ് എന്താ? 5 ബ്രെഡ് പ്ലസ് 1 ജ്യൂസ് ഇസ് ഈക്വൽ ടു 433.50. സോ ഇങ്ങനെ 2 സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് തന്നേക്കുന്നത്. സോ ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? സെക്കൻഡ് ഇക്വേഷൻ എന്ത് ചെയ്യുക? സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ഫസ്റ്റ് ഇക്വേഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ ജ്യൂസിൻ്റെ ആ ഒരു വാല്യൂ ഇവിടെ കട്ടായി പോകും. സോ സെക്കൻഡ് മൈനസ് ഫസ്റ്റ് ചെയ്യുമ്പോൾ ജ്യൂസിൻ്റെ കട്ടായി പോയി. 5b മൈനസ് 3b എന്ന് പറയുന്നത് എത്ര വരും? 2b എന്ന് വരും. ഇസിക്കൽ ടു 433.5 മൈനസ് 323.5 എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക്? 0 0 1 1 എത്ര കിട്ടും? 110 എന്ന് കിട്ടും. സോ 2b ആണ് എന്ത്? 110. ബി എന്ന് പറയുന്നത് എത്ര കിട്ടും? 55 എന്ന് നമുക്ക് കിട്ടും. സോ ബ്രെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര? 55 റുപ്പീസ് ആണ് എന്ത്? ബ്രെഡിൻ്റെ വാല്യൂ. ഇനി നമുക്ക് എന്ത് വേണം? ജ്യൂസിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. സോ അതിനായിട്ട് എന്ത് ചെയ്യാം? ഈ കിട്ടിയ ബിയുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 3 ഇൻറ്റു ബിയുടെ വാല്യൂ എത്ര? 55 പ്ലസ് 1 ഇൻറ്റു ജ്യൂസിൻ്റെ വാല്യൂ. ജ്യൂസിൻ്റെ വാല്യൂ നമുക്കറിയില്ല. ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 323.50. സോ 3 ഇൻറ്റു 55 എന്ന് പറയുന്നത് 165 പ്ലസ് 1 ജ്യൂസ് ഇസ് ഈക്വൽ ടു 323.5. 1 ജ്യൂസ് ഇസ് ഈക്വൽ ടു 323.5 മൈനസ് 165. കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 323.5 മൈനസ് 165 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 158.5 എന്ന് കിട്ടും. സോ ഒരു ജ്യൂസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 158.5 എന്ന് നമുക്ക് കിട്ടി. സോ ബ്രെഡിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 55 എന്നും കിട്ടി. ജ്യൂസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര കിട്ടി? 158.5 എന്ന് നമുക്ക് കിട്ടി. സോ 2 ഐറ്റത്തിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് 2 ബ്രെഡ് പ്ലസ് 2 ജ്യൂസിൻ്റെ വാല്യൂ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ എന്ത് ചെയ്യാം? 2 കോമൺ ആയിട്ടുണ്ട്. രണ്ടും ബ്രാക്കറ്റിൽ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബ്രെഡ് പ്ലസ് ജ്യൂസ് ഇൻറ്റു 2 ആണ്
നമുക്കിവിടെ കാണണ്ട. സോ 2 ഇൻറ്റു ബ്രെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 55 പ്ലസ് ജ്യൂസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 158.5 ഇൻറ്റു 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതായത് 2 ബ്രെഡ് പ്ലസ് ജ്യൂസിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് കിട്ടും. സോ 158.5 പ്ലസ് 55 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 5 3 11 2 213.5 എന്ന് കിട്ടും. 213.5 ഇൻറ്റു 2 എന്ന് പറയുന്നത് എത്ര കിട്ടും? 427 എന്ന് നമുക്ക് കിട്ടും. സോ 427 ആണ് എന്ത് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. അതായത് ഓപ്ഷൻ എ 427 ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Amisha announced a festival discount of 30% on all items in her gift shop. Gurmeet bought a gift for himself. He got a discount of 1110 rupees. What was the market price of the gift? So question പറഞ്ഞേക്കുന്നത് എന്താ? അതായത് എത്ര പെർസെൻറ്റേജ്? 30% ആണ് അവിടെ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അതുപോലെ ഡിസ്കൗണ്ട് എമൗണ്ട് എന്ന് പറയുന്നത് എത്ര? 1110 ആണ്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം എന്ത് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100% ആണെങ്കിൽ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്ര? 30% എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100% ആണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് എത്രയാണെന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 1110 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഡിസ്കൗണ്ട് പെർസെൻറ്റേജും തന്നിട്ടുണ്ട്, ഡിസ്കൗണ്ട് എമൗണ്ടും തന്നിട്ടുണ്ട്. സോ അതായത് 30% അല്ലേ എത്ര? 1110. അങ്ങനെയാണെങ്കിൽ 30% ആണ് ഈ എമൗണ്ട് എങ്കിൽ 100% ആണ് എന്ത്? നമ്മുടെ മാർക്കറ്റ് പ്രൈസ്. അങ്ങനെയാണെങ്കിൽ 100% ഈസ് ഈക്വൽ ടു എത്ര വരും? 1110 ബൈ 30 ഇൻറ്റു 100 ചെയ്യാം. സോ 100% എന്ന് പറയുന്നത് കോമൺ ആയിട്ട് കട്ട് ചെയ്ത് പോകുമ്പോൾ എത്ര വരും? 37.00 3700 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര? ഇവിടെ 100% ആണ് നമ്മുടെ മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ 3700 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If x is to y is to z is equal to 3 is to 4 is to 5, then what will be the ratio of x by y is to y by z is to z by x? So ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എന്താ? നമുക്ക് x is to y is to z നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുണ്ട്? 3 is to 4 is to 5 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? x by y is to y by z is to z ബൈ എക്സിൻ്റെ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എന്ത് ചെയ്യുക? എക്സിന് 3 ഇട്ട് കൊടുക്കുക, വൈക്ക് 4, സെഡിന് 5 തന്നെ ഇട്ട് കൊടുക്കാം. സോ എക്സ് എന്ന് പറയുന്നത് 3 ബൈ വൈ എന്ന് പറയുന്നത് 4 is to വൈ എന്ന് പറയുന്നത് 4 ബൈ 5 is to സെഡ് എന്ന് പറയുന്നത് 5 ബൈ എക്സ് എന്ന് പറയുന്നത് 3. ഇതാണ് എന്ത്? നമ്മുടെ റേഷ്യോ. നമ്മുടെ റേഷ്യോ ഒരിക്കലും ഫ്രാക്ഷൻ പാർട്ടാകാൻ പാടില്ല. നമുക്ക് എന്ത് വേണം? നോർമൽ നമ്പേഴ്സിൻ്റെ ഫോമിലോട്ട് മാറ്റണം. അതിനെന്ത് ചെയ്യാം? 4, 5, 3 അതായത് ഡിനോമിനേറ്റേഴ്സിൻ്റെ LCM ആണ്. LCM കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 4 5 3ൻ്റെ LCM എന്ന് പറയുന്നത് എത്ര? 60 ആണ് എന്ത് വരുന്നത്? LCM വരുന്നത്. സോ 60 വെച്ച് എന്ത് ചെയ്യുക? 3 റേഷ്യോനും മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3/4 ഇൻറ്റു 60 is to 4/5 ഇൻറ്റു 60 is to 5/3 ഇൻറ്റു 60. സോ കട്ട് ചെയ്താൽ നമുക്ക് എത്ര വരും? ഇവിടെ 15 വന്നു. സോ 45 is to ഇവിടെ എത്ര വരും? 12 വരും. അതായത് 48 is to ഇവിടെ എത്ര വരും? 20 വരും. 100. നമ്മുടെ എക്സ് ബൈ വൈ ഇസ് ടു വൈ ബൈ സെഡ് ഇസ് ടു സെഡ് ബൈ എക്സ് എന്ന് പറയുന്ന റേഷ്യോ എന്ത് കിട്ടും നമുക്ക്? 45 is to 48 is to 100 എന്ന റേഷ്യോ നമുക്ക് കിട്ടും. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ എന്ത് ചെയ്യാം? ജസ്റ്റ് ആ എക്സ് ഇസ് ടു വൈ ഇസ് ടു സെഡിൻ്റെ നമ്പേഴ്സ് അതേപടി നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസറായി. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A and B can do a piece of work in 10 days and 15 days respectively. They worked together but 5 days before the completion of the work A left. In how many days was the work was
കംപ്ലീറ്റഡ്. നമുക്ക് ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം ചെയ്യാം. എന്ത്? എ ആൻഡ് ബി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 10 days ആൻഡ് 15 days റെസ്പെക്റ്റീവ്ലി. സോ എ എത്ര ദിവസം കൊണ്ട്? എ ഒരു വർക്ക് 10 ദിവസം കൊണ്ടും ബി ആ സെയിം വർക്ക് 15 ദിവസം കൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എന്താ? ഇവർ രണ്ടുപേരുടെയും LCM ആണ്. ടോട്ടൽ വർക്ക് എത്ര? 30 ആണ് ടോട്ടൽ വർക്ക് വരുന്നത്. സോ എന്ത് കണ്ടുപിടിക്കുക? നമുക്ക് എഫിഷ്യൻസി എയുടെയും ബിയുടെയും എഫിഷ്യൻസി എത്രയാണ് കണ്ടുപിടിക്കാം. എയുടെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എത്ര വരും? 3ഉം ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 2ഉം വരും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്ര? 30ഉം A/B അവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്ര? 3:2 ആണ് വരുന്നത്. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്ര? 30ഉം A/B അവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ എന്ന് പറയുന്നത് 3:2. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദേ വർക്ക്ഡ് ടുഗദർ ബട്ട് 5 days ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ വർക്ക് എ ലെഫ്റ്റ്. ഇൻ ഹൗ മെനി ഡേയ്സ് വാസ് ദ വർക്ക് കംപ്ലീറ്റഡ്? സോ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എന്താ? വർക്ക് തീരാൻ 5 ദിവസം മുമ്പ് ആര് ലെഫ്റ്റായി? എ ലെഫ്റ്റായി. അങ്ങനെയാണെങ്കിൽ ആ ടോട്ടൽ വർക്ക് എത്ര ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത്? സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? അതായത് വർക്ക് തീരാൻ 5 ദിവസം മുമ്പ് ആര് ലെഫ്റ്റായി? എ ആണ് ലെഫ്റ്റായത്. സോ ഈ 5 ദിവസം ആരാവും വർക്ക് ചെയ്തിട്ടുണ്ടാവുക? ലാസ്റ്റത്തെ 5 ദിവസം ആരാവും വർക്ക് ചെയ്തിട്ടുണ്ടാവുക? ബി മാത്രമാണ് വർക്ക് ചെയ്തത്. സോ ടോട്ടൽ വർക്ക് നമുക്ക് എത്രയാണെന്നറിയാം? 30 ലാസ്റ്റത്തെ 5 days ആരാണ് വർക്ക് ചെയ്തത്? ബി മാത്രമാണ് വർക്ക് ചെയ്ത്. ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്ര? 2. അതായത് ആ 5 ദിവസം കൊണ്ട് എത്ര വർക്ക് കംപ്ലീറ്റ് ആയി? 10 വർക്കാണ് കംപ്ലീറ്റ് ആയത്. ആരാണ് വർക്ക് ചെയ്ത്? ബി മാത്രമാണ് വർക്ക് ചെയ്ത്. സോ ബി മാത്രം ലാസ്റ്റത്തെ 5 ദിവസം കൊണ്ട് എത്ര വർക്ക് കംപ്ലീറ്റ് ആക്കി? 10 വർക്ക് കംപ്ലീറ്റ് ആയി. സോ ഓൾറെഡി എത്ര ദിവസം വർക്ക് ചെയ്തു? ബി മാത്രം ഒരു 5 ദിവസം വർക്ക് ചെയ്തു. അതിൽ കംപ്ലീറ്റ് ആയ വർക്കാണ് എത്ര? 10 വർക്ക്. സോ ടോട്ടൽ വർക്കിന് ഈ 10 വർക്ക് കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? ബാക്കി റിമൈനിങ് 20 വർക്കാണുള്ളത്. സോ ഈ 20 വർക്ക് ആരൊക്കെ കൂടി ചേർന്നു? എയും ബിയും കൂടി ചേർന്നിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ആയത്. കാരണം എന്താ? ലാസ്റ്റത്തെ 5 days ബി മാത്രം വർക്ക് ചെയ്തു, എ ലെഫ്റ്റ് ചെയ്തു. സോ 5 daysന് മുമ്പ് വരെ ആരുണ്ടായിരുന്നു? എ ഉണ്ടായിരുന്നു. സോ 5 daysന് മുമ്പ് എയും ബിയും കൂടി ഒരുമിച്ചാണ് വർക്ക് കംപ്ലീറ്റ് ആക്കിയത്. സോ അവരുടെ കമ്പൈൻഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്ര? 3+2 എന്ന് പറയുന്നത് 5 ആണ്. സോ 20 വർക്ക് അവർ രണ്ടുപേരും കൂടി വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ, അതായത് 20/5 അവരുടെ റിമൈനിങ് വർക്ക് ബൈ അവരുടെ ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 days ആണ് വരുന്നത്. 20/5 എന്ന് പറയുന്നത് 4 ദിവസം കൊണ്ടാണ് ആ 20 വർക്ക് അവർ രണ്ടുപേരും കൂടി ചേർന്നത്. സോ ഓൾറെഡി ലാസ്റ്റത്തെ 5 days ആര് വർക്ക് ചെയ്തു? ബി മാത്രം വർക്ക് ചെയ്തു. അതിന് മുമ്പുള്ള 4 days ആണ് എന്ത്? എയും ബിയും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്ത് ആ 20 വർക്ക് കംപ്ലീറ്റ് ആക്കിയത്. സോ ടോട്ടൽ എത്ര ദിവസം പിടിച്ചു? 9 days കൊണ്ടാണ് ആ വർക്ക് അവർ കംപ്ലീറ്റ് ചെയ്തത്. സോ അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് cos 3a is equal to sin a minus 22 degree where 3a is greater than 90, then what is the value of a? എയുടെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. സോ നമുക്കറിയാം എന്ത്? ട്രിഗണോമെട്രിയിലെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് കോസ് എ ഇസ് ഈക്വൽ ടു സൈൻ ബി വെൻ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. അതായത് കോസ് എയും സൈൻ ബിയും എപ്പോഴാണ് ഈക്വൽ ആവുന്നത്? അവരുടെ രണ്ട് ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് എത്ര? 90 ഡിഗ്രി ആവുമ്പോഴാണ് എന്താവുക? കോസ് എ ഇസ് ഈക്വൽ ടു സൈൻ എ ആവുക. അതായത് കോസിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 3a സൈനിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് a മൈനസ് 22 ഡിഗ്രിയും. അതിൻ്റെ രണ്ടിൻ്റെയും സം 90 ഡിഗ്രി ആവുമ്പോഴാണ് എന്ത്? കോസ് എ ഇസ് ഈക്വൽ ടു സൈൻ ബി ആവുക. അതായത് എന്താ? 3a പ്ലസ് എ മൈനസ് 22. ആ രണ്ട് ആംഗിളിൻ്റെ സം എന്ന് പറയുന്നത് എത്രയാവണം? 90 ഡിഗ്രി ആവുമ്പോഴാണ് എന്താവുക? സൈനും കോസും തമ്മിൽ ഈക്വൽ ആവുക. സോ നമുക്ക് കേട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4a ഇസ് ഈക്വൽ ടു 90 പ്ലസ് 22. അതായത് 4a ഇസ് ഈക്വൽ ടു 112 എന്ന് കിട്ടും. a ഇസ് ഈക്വൽ ടു 112/4. അതായത് 28 നമുക്ക് ആൻസർ കിട്ടും. സോ എയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്ര? 28 ആണ് വരുന്നത്. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ സെയിൽസ് ആൻ ഐറ്റം കോസ്റ്റിംഗ് 37,800 to P with 8% profit. P sells it to Q with a 4% loss. At what price does P sell
ദ ഐറ്റം. സോ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എന്താ, അതായത് ഒരാളുണ്ട് ആര് എ. സോ എ എന്താണ്, എ ഒരു ഐറ്റം എത്ര രൂപയുടെ ഐറ്റം, 37,800 രൂപ കോസ്റ്റ് പ്രൈസ് വരുന്ന ഐറ്റം ആർക്ക് വിറ്റു, പിക്ക് വിറ്റു. സോ ആൾക്ക് പിക്ക് വിറ്റപ്പോൾ എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടി, 8% ആണ് അവിടെ പ്രോഫിറ്റ് കിട്ടിയത്. സോ പി അത് ആർക്ക് വിറ്റു, പി അത് ക്യൂക്ക് വിറ്റു. ക്യൂക്ക് വിറ്റപ്പോൾ എന്താണ് 4% ആണ് അവിടെ ലോസ് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ പിയുടെ സെല്ലിംഗ് പ്രൈസ് ആണ് നമുക്കിവിടെ കാണേണ്ടത്. സോ നമുക്കറിയാം എന്ത്, അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര, 37,800 ആണ് എന്ത് അതിൻ്റെ കോസ്റ്റ് പ്രൈസ് വരുന്നത്. സോ എ ആർക്ക് വിറ്റു, എ അത് പിക്ക് വിറ്റു. പിക്ക് വിറ്റപ്പോൾ എത്ര കിട്ടി, 8% ആണ് പ്രോഫിറ്റ് കിട്ടിയത്. സോ പിയുടെ കയ്യിലേക്ക് വരുമ്പോൾ പിയുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര വരും, 37,800ൻ്റെ 108% ആണ് വരിക. അതായത് എയുടെ കോസ്റ്റ് പ്രൈസ് ആണ് 37,800, എയുടെ സെല്ലിംഗ് പ്രൈസ് ആണ് എന്ത്, പിയുടെ കോസ്റ്റ് പ്രൈസ്. സോ ആ എമൗണ്ട് ആണ് നമുക്കിവിടെ കിട്ടിയത്. സോ പിയുടെ കോസ്റ്റ് പ്രൈസ് ആണ് ഇത്. സോ പി ആർക്ക് വിറ്റു, പി അത് ക്യൂവിന് വിറ്റു. എത്ര ശതമാനം, 4% ലോസിനാണ് പി അത് ക്യൂക്ക് വിറ്റത്. സോ 4% ലോസ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 100, അതായത് 8% പ്രോഫിറ്റ് ആയപ്പോൾ നമ്മൾ 108 എഴുതി. അപ്പോൾ 4% ലോസ് എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം, 96/100. ഇതാണ് എന്ത്, പിയുടെ ലോസ് കിഴിച്ചിട്ടുള്ള എമൗണ്ട്. അതാണ് എന്ത്, പിയുടെ സെല്ലിംഗ് പ്രൈസ്. സോ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെന്ത്, കോസ്റ്റ് പ്രൈസ് ഇൻറ്റു ആദ്യം എന്താ ഉണ്ടായത്, പ്രോഫിറ്റ് ആണ് ഉണ്ടായത്, 8% പ്രോഫിറ്റ്, അതിന് 108/100. രണ്ടാമത് എന്തുണ്ടായി, ലോസ് ആണ് ഉണ്ടായത്, 4% ലോസ്. സോ 100ൽ നിന്ന് 4% കുറച്ച ബാക്കി എത്ര, 96/100 കിട്ടി. സോ ഈ എമൗണ്ട് ആണ് എന്ത്, പിയുടെ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത്. കാരണം എന്താ, പി ആർക്ക് വിറ്റു, പി അത് ക്യൂവിന് വിറ്റു. സോ പിയുടെ സെല്ലിംഗ് പ്രൈസ് ആണ് എന്ത്, ആ ആദ്യം ഉണ്ടായ ലാഭവും രണ്ടാമതുണ്ടായ നഷ്ടവും കഴിച്ചിട്ട് ലാസ്റ്റ് ഉണ്ടാവുന്ന എമൗണ്ട് ആണ് പിയുടെ സെല്ലിംഗ് പ്രൈസ്. സോ നമ്മളിൽ കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് എത്ര കിട്ടും, നമുക്ക് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 39,191 എന്ന് നമുക്ക് കിട്ടും. എന്ത്, പിയുടെ സെല്ലിംഗ് പ്രൈസ്. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഈസ് ഈക്വൽ ടു 1/a minus √6. Find the value of a plus 1/a. സോ നമുക്ക് തന്നേക്കുന്ന എക്സ്പ്രഷൻ എന്താ, എ ഈസ് ഈക്വൽ ടു 1/a minus √6 എന്നാണ് നമുക്ക് തന്നേക്കുന്ന എക്സ്പ്രഷൻ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് a plus 1/aയുടെ വാല്യൂ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിന് നമുക്കൊന്ന് പ്രോപ്പറാക്കി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഇതിനും ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പം എന്തായി, a² മൈനസ് a ഇൻറ്റു a മൈനസ് √6 ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യാം, 1 എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ a² മൈനസ് a√6 എന്ന് പറയുന്നത് എന്താണ്, 1 എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ a² മൈനസ് 1 ഇസ് ഈക്വൽ ടു a√6 എന്ന് നമുക്ക് കൊടുക്കാം. കാരണം എന്താ, ഈ മൈനസ് a√6 അങ്ങോട്ട് പോവുക, +1 ഇങ്ങോട്ട് പോകുമ്പോൾ എന്തോ -1 ആവും. ഈ a എന്ന് പറയുന്നത് എന്താ, അടിയിലേക്ക് കൊണ്ടുവരിക. അപ്പം എന്തായി, a² മൈനസ് 1/a ഇസ് ഈക്വൽ ടു √6 എന്ന് നമുക്ക് എഴുതാം. സോ ഇതിനൊന്ന് പ്രോപ്പറാക്കി ചെയ്ത് എങ്ങനെ വരും, a² മൈനസ് 1/a ഇസ് ഈക്വൽ ടു √6. അതായത് a മൈനസ് 1/a ഇസ് ഈക്വൽ ടു √6 ആണ് നമുക്ക് കിട്ടി. സോ എന്താ നമുക്ക് കിട്ടിയത്, a മൈനസ് 1/aയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താ, √6 ആണ്. അതായത് a മൈനസ് 1/aയുടെ വാല്യൂ എന്താണ്, √6. അങ്ങനെയാണെങ്കിൽ a പ്ലസ് 1/aയുടെ വാല്യൂ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കൊരു ആൽജിബ്രയിൽ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. അതായത് x പ്ലസ് 1/xൻ്റെ വാല്യൂ എന്ന് പറയുന്നത് x മൈനസ് 1/xൻ്റെ വാല്യൂ എന്ന് പറയുന്നത് a ആണെങ്കിൽ x പ്ലസ് 1/xലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് √a² പ്ലസ് 4. സോ നമുക്ക് എന്ത് തരും, x മൈനസ് 1/xൻ്റെ വാല്യൂ നമുക്ക് തരും. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, x പ്ലസ് 1/xൻ്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. സോ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ, √a² പ്ലസ് 4. സോ ഇവിടെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമ്മുടെ എയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താ, √6. നമുക്ക് എന്താ കാണേണ്ടത്, a പ്ലസ് 1/aയുടെ വാല്യൂ ആണ് കാണേണ്ടത്. സോ കാണാൻ എന്താ ചെയ്യുക, റൂട്ടിൻ്റെ ഉള്ളിൽ √6²
പ്ലസ് 4, അതായത് എത്ര വരും? റൂട്ടിനുള്ളിൽ 6 + 4, അതായത് √10 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ a + 1/a വാല്യൂ എന്ന് പറയുന്നത് എത്ര? √10, അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ തന്നേക്കുന്നത് എന്താ? x = 1/x - 5. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? x + 1/xന്റെ വാല്യൂ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ അതേ പ്രൊസീജിയർ കൊടുക്കാം. എന്ത് കിട്ടും? x² - 5x = 1, x² - 1 = 5x, x² - 1/x = 5. സോ x - 1/x എത്ര വരും? 5 എന്ന് വരും. സോ x - 1/xന്റെ വാല്യൂ നമുക്ക് കിട്ടി. x - 1/xന്റെ വാല്യൂ 5 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ x + 1/xന്റെ വാല്യൂ കാണാൻ റൂട്ടിൻ്റെ ഉള്ളിൽ a യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 5ന്റെ സ്ക്വയർ, അതായത് 25 + 4, അതായത് എത്ര വരും? റൂട്ടിൻ്റെ ഉള്ളിൽ 29 വരും. √29 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In a 5 km race, S gives a 500-meter head started to T if they finish the race at the same time and the speed of the T is 13.5 km/h. The speed of the S is. സോ നമുക്ക് എന്താ കാണേണ്ടത്? എസിൻ്റെ സ്പീഡാണ് കാണേണ്ടത്. സോ നമുക്കറിയാം ടോട്ടൽ റേസിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര? 5 കിലോമീറ്റർ ആണ് വരുന്നത്. അതുപോലെ എന്താ? എസ് ഗീവ്സ് എ 100-meter സ്റ്റാർട്ടർ ടു ടി, അതായത് ഉദ്ദേശിക്കുന്നത് എന്താ? ടിക്ക് ഒരു 500 മീറ്റർ മുമ്പാണ് എന്ത് നിൽക്കുന്നത്? എസിനേക്കാൾ 500 മീറ്റർ ഫ്രണ്ടിലാണ് ടി നിൽക്കുന്നത്. അതായത് എസ് എത്ര കിലോമീറ്റർ? എസ് 5 കിലോമീറ്റർ ആണ് ഓടുന്നതെങ്കിൽ ടി എത്ര? ഒരു 500 മീറ്റർ കുറവാണ്. അതായത് 4.5 കിലോമീറ്റർ ആണ് ആരോടുന്നത്? ടി ഓടുന്നത്. അതുപോലെ ടിയുടെ സ്പീഡ് എന്ന് പറയുന്നത് എത്ര? ടിയുടെ സ്പീഡ് എന്ന് പറയുന്നത് 13.5 km/h ആണ് വരുന്നത്. നമുക്ക് എന്താ കാണണ്ടേ? എസിൻ്റെ സ്പീഡാണ് നമുക്കിവിടെ കാണണ്ടേ. സോ നമുക്കറിയാം എന്ത്? രണ്ടുപേരും ഇഫ് ദേ ഫിനിഷ് ദ റേസ് അറ്റ് ദ സെയിം ടൈം, അതായത് അവർ റേസ് ഫിനിഷ് ചെയ്യുന്നത് എന്താ? ഒരേ സെയിം ടൈമിലാണ് ഫിനിഷ് ചെയ്യുന്നത്. അതായത് രണ്ടുപേരുടെയും ടൈം എന്ന് പറയുന്നത് എന്താ? കോൺസ്റ്റൻ്റ് ആയിട്ടാണ് വരുന്നത്. സോ നമുക്ക് ആദ്യം എന്ത് കാണണം? അവരുടെ സ്പീഡ്, അവർ ആ റേസ് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത ടൈമാണ് നമുക്ക് ആദ്യം കാണേണ്ടത്. സോ നമുക്കറിയാം എന്ത്? സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം. അങ്ങനെയാണെങ്കിൽ ടൈം എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സോ നമുക്ക് ആരുടെ അറിയാം? ടി എത്ര ദൂരം ഓടി എന്നുള്ളതും ടിയുടെ സ്പീഡും നമുക്കറിയാം. സോ അത് വെച്ച് എന്ത് കണ്ടുപിടിക്കാം? ടിയുടെ ടൈം നമുക്ക് കണ്ടുപിടിക്കാം. സോ അങ്ങനെയാണെങ്കിൽ ടി എത്ര ദൂരം ഓടി? 4.5 കിലോമീറ്റർ ആണ് ടി ഓടിയത് ബൈ 13.5 km/h ആണ് എന്ത്? ടിയുടെ സ്പീഡ്. സോ അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 45/135, അതായത് 15 കട്ട് ചെയ്ത് പോകുമ്പോൾ 3/9 വരും. അതായത് 1/3 hours ആണ് എന്ത്? അവർ ആ റേസ് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത ടൈം. സോ ടൈം ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. എത്ര? 1/3 hours ആണ് ടൈം ഇവിടെ നമുക്ക് കിട്ടിയത്. സോ ടൈം നമുക്ക് കിട്ടിയത് എത്രയാണ്? 1/3 hours ആണ് ടൈം ഇവിടെ പിടിച്ചത്. സോ നമുക്ക് ടൈം അറിയാം, എസ് ഓടിയ ദൂരം അറിയാം, എസിൻ്റെ സ്പീഡ് കാണാൻ എന്ത് ചെയ്യുക? സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം, അതായത് 5 കിലോമീറ്റർ ബൈ 1/3 ആണ് ടൈം വരുന്നത്. അതായത് 5 × 3/1 എന്ന് എഴുതാം. അതായത് 15 km/h ആണ് എന്ത്? എസിൻ്റെ സ്പീഡ് ഇവിടെ വരുന്നത്. അതായത് ഓപ്ഷൻ ബി 15 km/h ആണ് വരുന്നത്. സോ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? രണ്ടുപേരും ഓടിത്തീരുന്നത് ഒരേ സമയത്ത്, അതായത് രണ്ടുപേരും ടൈം എന്ന് പറയുന്നത് എന്താ? കോൺസ്റ്റൻ്റ് ആണ്. സോ അതുകൊണ്ട് എന്താ? ആദ്യം ടിയുടെ ടൈം കാണാം, ആ ടൈം എന്ത് ചെയ്യുക? എസ്സിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ എന്ത് കിട്ടും? എസിൻ്റെ സ്പീഡ് കിട്ടും. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ ഹൈറ്റ് ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് ഓഫ് എ കോൺ ആർ 21 cm, 29 cm റെസ്പെക്റ്റീവ്ലി, ഫൈൻ ഇറ്റ്സ് വോളിയം. സോ ഒരു കോണിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്താ? 1/3 πr² ആണ് എന്ത്? ഒരു കോണിൻ്റെ വോളിയം. സോ ഇതിൽ നമുക്ക് എന്താണ് മിസ്സിങ്? ആർ, അതായത് റേഡിയസ് ആണ് ഇവിടെ നമുക്ക് മിസ്സിങ് ആയിരിക്കുന്നത്. സോ നമുക്കറിയാം സ്ലാൻഡ് ഹൈറ്റ് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്. സോ ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര? 21, സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര?
29. സോ സ്ലാൻ ഹൈറ്റും റേഡിയസും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അതായത് എന്താ, സ്ലാൻ ഹൈറ്റ് സ്ക്വയർ ഇസ് ഇക്വൽ ടു റേഡിയസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. സോ ഇതിലേക്ക് നമുക്ക് എന്തറിയാം, സ്ലാൻഡ് ഹൈറ്റും അറിയാം ഹൈറ്റും അറിയാം. ഇട്ട് കൊടുത്ത് എന്ത് കിട്ടും, റേഡിയസിൻ്റെ ലെങ്ത് കിട്ടും. സോ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര, 29 സ്ക്വയർ ഇസ് ഇക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് 21 സ്ക്വയർ. അതായത് ആർ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര കിട്ടും, 29 സ്ക്വയർ മൈനസ് 21 സ്ക്വയർ. അതായത് നമുക്ക് ആർ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര കിട്ടും, 20 സ്ക്വയർ കിട്ടും. ആർ എന്ന് പറയുന്നത് എത്ര, 20 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അതായത് എന്താ, ട്രിപ്പിളറ്റ് ആണ്, 20, 21, 29. സോ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര കിട്ടും, 20 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ആർ എന്ന് പറയുന്നത് 20 കിട്ടി. ഇനി വോളിയത്തിൽ ഇട്ട് കൊടുത്താൽ 1/3 ഇൻറ്റു 22/7 ഇൻറ്റു ആർ എന്ന് പറയുന്നത് 20 ആണ്. 20 ഇൻറ്റു 20 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര, 21. സോ 21 ഇവിടെ കട്ട് ചെയ്ത് പോയി. ഫൈനൽ ആൻസർ നമുക്ക് എത്ര കിട്ടും, 8800 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ടത് കോണിൻ്റെ വോളിയം എന്ന് പറയുന്നത് എത്ര, 1/3 പൈ ആർ സ്ക്വയർ എച്ച്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ നിയറസ്റ്റ് നമ്പർ ടു 13051 ആൻഡ് ഈസ് ഡിവിസിബിൾ ബൈ 9. സോ 9 കൊണ്ട് ഡിവിസിബിൾ ആവാൻ പറ്റുന്ന നിയറസ്റ്റ് നമ്പർ, ആ റേഞ്ചിൻ്റെ നിയറസ്റ്റ് നമ്പറാണ് നമുക്ക് വേണ്ടത്. സോ 9 ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത് എന്താ, സം എന്ന് പറയുന്നത് 9 മൾട്ടിപ്പിൾ കിട്ടണം. സോ ഓപ്ഷനിൽ നോക്കിയാൽ തന്നെ നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് എന്താവുക, കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുക. കാരണം എന്താ, സം എന്ന് പറയുന്നത് എന്താ, സം എന്ന് പറയുന്നത് 9, 9, 18. അതായത് എന്താ, 9 മൾട്ടിപ്പിൾ. സം എന്ന് പറയുന്നത് 9 മൾട്ടിപ്പിൾ കിട്ടണം. ഓപ്ഷൻ ബി 9 മൾട്ടിപ്പിൾ കിട്ടുന്നുണ്ട്. സോ എന്താണ്, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ആവറേജ് വെയിറ്റ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് 12 players increased by 1.5 kilogram when a player who weighs 63 kilo is replaced by a new player. What is the weight of the new player? സോ എന്താണ്, 12 ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പ്, അവിടെ നിന്ന് എന്താ ഒരാൾ റീപ്ലേസ് ചെയ്തപ്പോൾ എന്തായി, 1.5 കിലോ ആണ് എന്ത് കൂടിയത്, ഏവറേജിൽ അവർക്ക് വെയിറ്റ് അവിടെ ഇൻക്രീസ് ആയത്. സോ റീപ്ലേസ് ചെയ്ത ആൾ 63 കിലോ ഉണ്ടായ ആൾക്ക് പകരമാണ് ന്യൂ പ്ലെയർ വന്നത്. അങ്ങനെയാണെങ്കിൽ ന്യൂ പ്ലെയറിൻ്റെ വെയിറ്റ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഷോർട്ടായിട്ട് ചെയ്യാം. കാരണം എങ്ങനെ ചെയ്യാം അറിയാം, ഒരു ഗ്രൂപ്പിൽ എത്ര പേരുണ്ട്, 12 പേരുണ്ട്. എത്രയാണ് ഇൻക്രീസ് നടന്നത്, 1.5 കിലോഗ്രാം ആണ് ഇൻക്രീസ് അവിടെ ഏവറേജിൽ അവിടെ ഉണ്ടായത്. അതായത് ഏവറേജ് വെയിറ്റിൽ 1.5 കിലോഗ്രാം ആണ് എന്ത് കൂടിയത്, എപ്പോൾ റീപ്ലേസ് നടന്നപ്പോൾ. സോ ടോട്ടൽ എത്ര കിലോ കൂടിയെന്ന് നോക്കണം. സോ 12 പ്ലേയേഴ്സ് ആണ് ഉള്ളത്, ഇൻറ്റു ഏവറേജ് എത്ര കൂടി, 1.5 കിലോഗ്രാം കൂടി. സോ 12 ഇൻറ്റു 1.5 കിലോ എന്ന് പറയുന്നത് എത്ര കിട്ടും, 18 കിലോ എന്ന് കിട്ടും. അതായത് 12 പേരുള്ള ഒരു ഗ്രൂപ്പ്, ഒരാൾ റീപ്ലേസ് ചെയ്തപ്പോൾ എന്താണ്, ഏവറേജിൽ 1.5 ഗ്രാംസ് ആണ് കൂടിയത്. സോ ടോട്ടൽ എത്ര കിലോഗ്രാം കൂടിയെന്ന് നോക്കണം. സോ 12 പ്ലെയർ ഉണ്ട്, ഏവറേജ് 1.5 കിലോഗ്രാം കൂടിയപ്പോൾ എത്ര, 18 കിലോ ആണ് അവിടെ ഇൻക്രീസ് ഉണ്ടായത്. ആര് കാരണം, 63 കിലോഗ്രാം ഉള്ള ഒരാൾക്ക് പകരം വേറൊരു ആൾ വന്നു. സോ വേറൊരാളുടെ, അതായത് പുതിയ ആളുടെ വെയിറ്റ് ആണ് എന്താ ചെയ്യുക, പഴയ ആളുടെ വെയിറ്റ് 63 പ്ലസ് ടോട്ടൽ എത്ര കിലോ ഇൻക്രീസ് ചെയ്തു, 18 കിലോ ആണ് ഇൻക്രീസ് ചെയ്തത്, പ്ലസ് 18 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 81 കിലോ എന്ന് കിട്ടും. സോ 81 കിലോ ആണ് എന്ത് ന്യൂ പ്ലെയറിൻ്റെ വെയിറ്റ് ഇവിടെ വരുന്നത്. സോ ബേസിക്കലി എന്ത് ചെയ്യുക, എത്ര പ്ലെയേഴ്സ് ആണ് ഉള്ളത് നോക്കാം, ആ ഏവറേജ് എത്ര കിലോ ആണ് കൂടിയെന്ന് നോക്കാം. സോ 12 പ്ലെയേഴ്സ് ആണുള്ള ഏവറേജിൽ 1.5 കിലോഗ്രാം ഇൻക്രീസ് ആണ് ഉണ്ടായത്. സോ ടോട്ടൽ എത്ര കിലോ, അതായത് ടോട്ടൽ എത്ര വെയിറ്റ് ഇൻക്രീസ് ആയെന്ന് നോക്കാം. അതെന്ത് ചെയ്യുക, ടോട്ടൽ പ്ലെയേഴ്സ് ഇൻറ്റു ഏവറേജിൽ ഉണ്ടായ ഇൻക്രീസ്, അതാണ് എന്ത് 12 ഇൻറ്റു 1.5, അതായത് ടോട്ടൽ 18 കിലോഗ്രാംസ് ആണ് അവിടെ ഇൻക്രീസ് ഉണ്ടായത്. സോ ആര് പോയപ്പോൾ 63 കിലോഗ്രാം ഉള്ള ഒരാൾക്ക് പകരം പുതിയ ആൾ വന്നപ്പോഴാണ് ഇൻക്രീസ് നടന്നത്. സോ പഴയ ആളുടെ കൂടെ എന്ത് ചെയ്യുക, ആ ഇൻക്രിമെൻറ്റ് കൂടിയും കൂട്ടുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും,
പുതിയ ആളുടെ വെയിറ്റ് കിട്ടും. അതായത് 81 കിലോ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A circle with center O has a chord AB that is 20 cm in length. If the radius of the circle is 12 cm, then the area of the triangle AOB is. So നമുക്ക് എന്ത് കാണണം? ട്രയാങ്കിൾ AOBയുടെ ഏരിയ ആണ് നമുക്ക് കാണേണ്ടത്. സോ നമുക്കറിയാം എന്ത് റേഡിയസ് ആണ് 12 സെൻറ്റിമീറ്റർ എന്ന് അറിയാം. അതുപോലെ ABയുടെ ലെങ്ത് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്ക് അറിയാം. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? സർക്കിളിലെ സെൻറ്റർ ചെയ്യുന്ന കോഡിലോട്ടൊരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണം. സോ ആ പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറയുന്നത് എന്താ? AB എന്ന കോഡിനെ ഈക്വലി ഡിവൈഡ് ചെയ്യും. സോ ഓൾ AB എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ പോർഷൻ എത്താവും 10 സെൻറ്റിമീറ്റർ എന്നും മറ്റേ പോർഷൻ 10 സെൻറ്റിമീറ്റർ, അതായത് ഈക്വലി ഡിവൈഡ് ആവും സെൻട്രലിൽ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുമ്പോൾ. സോ പെർപെൻഡിക്കുലർ ലൈനാണ് ഇവിടെ 90 ഡിഗ്രിയാണ് ഫോം ചെയ്യുന്നത്. സോ എന്താണ്? ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് ഫോം ചെയ്തത്. സോ ഈ സെൻട്രലിൽ വരച്ച ഈ പെർപെൻഡിക്കുലർ ലൈനിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കാരണം എന്താ? ഹോൾ ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഏരിയ എന്ന് പറയുന്നത് എന്താ? ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. സോ ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നതാണ് എന്ത്? പെർപെൻഡിക്കുലർ ലൈൻ. അതുകൊണ്ട് എന്ത് കാണണം? ആ പെർപെൻഡിക്കുലർ ലൈനിൻ്റെ ലെങ്ത് എത്രയാണ് നമുക്ക് കാണണം. സോ കൺസിഡർ എന്ത്? ഈ ഒരു ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്യുക. എന്ത് റൂൾ അപ്ലൈ ചെയ്യുക? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസിക്കൽ ടു ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ. സോ നമുക്ക് എന്ത് കിട്ടും? 12 സ്ക്വയർ ഇസിക്കൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ. അതായത് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എത്ര കിട്ടും? 144 മൈനസ് 100 എന്ന് പറയുന്നത് എത്ര വരും? 44 എന്ന് വരും. അതായത് എക്സ് എന്ന് പറയുന്നത് എത്ര വരും? √44. അതായത് നമുക്ക് എങ്ങനെ എഴുതാം? 2√11 എന്ന് നമുക്ക് എഴുതാം. സോ ഹൈറ്റ് എത്രയാണ്? 2√11. ഏരിയ കാണൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അതായത് 1/2 ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് ഹോൾ ട്രയാങ്കിൾ എടുക്കുമ്പോൾ ബേസ് AB എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 2√11. അതായത് കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 20√11 ആണ് എന്ത്? 20√11 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത്? നമ്മുടെ ട്രയാങ്കിളിൻ്റെ ഏരിയ വരുന്നത്. അതായത് ഓപ്ഷൻ ബി 20√11 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In how many years will 40,000 amounts to 46,656 at a rate of 8% compound per annum? So compound interest equation എന്ന് പറയുന്നത് എന്താ? A is equal to P1 plus R by 100 all raised to n. So ഇതിൽ നമുക്ക് എന്ത് കിട്ടും? Amount by principal is equal to 1 plus R by 1 all raised to n എന്ന് കിട്ടും. ആറിൻ്റെ വാല്യൂ നമുക്കറിയാം 8 years ആണെന്നറിയാം, എമൗണ്ടും അറിയാം, പ്രിൻസിപ്പളും അറിയാം. സോ വാല്യൂസ് ഇട്ട് കൊടുക്കുക. 46,656 by 40,000 ഇസിക്കൽ ടു ആറിൻ്റെ എന്ന് പറയുന്നത് റേഡിയസ് റേറ്റ് ഓഫ് ലെങ്ത് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 8% ആണ് വരുന്നത്. സോ 1 + 8 by 100 all raised to n. ഇതിനെ മാറ്റി എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 108/100 all raised to n. ഈ n ആണ് എന്ത്? നമ്പർ ഓഫ് ഇയേഴ്സ്. എന്നിൻ്റെ വാല്യൂ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് കോമൺ ആയിട്ട് കട്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 729/625 എന്ന് വരും. ഇവിടെയും കോമൺ ആയിട്ട് കട്ട് ചെയ്ത് കളയുമ്പോൾ 27/25 all raised to n ഉണ്ട്. സോ നമുക്കറിയാം എന്ത്? 25ൻ്റെ സ്ക്വയർ ആണ് എന്ത്? 625. അതുപോലെ 27ൻ്റെ സ്ക്വയർ ആണ് എന്ത്? 729. സോ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 എന്ന് കിട്ടും. അതായത് 2 years ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. അതായത് ഓപ്ഷൻ സി 2 years ആണ് നമ്മുടെ ആൻസർ. സോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? എമൗണ്ട് ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ ഇൻറ്റു 1 + റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബൈ 100 all raised to n. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് tan theta is equal to 8/19, find the value of sec square theta. സോ നമുക്ക് എന്തറിയണം? tan theta എന്ന് പറയുന്നത് എന്താണെന്ന് അറിയണം. tan theta എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ബൈ ബേസ് ആണ്. സോ അതിൻ്റെ വാല്യൂ ആണ് 8/19. സോ പെർപെൻഡിക്കുലർ ആണ് 8, ബേസ് ആണ് 19. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എത്ര വരും? ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് = √19² +
8 സ്ക്വയർ. അതായത് 361 പ്ലസ് 64 എന്ന് പറയുന്നത് എത്ര വരും? 425. റൂട്ട് 425 ആണ് എന്ത് നമ്മുടെ ഹൈപ്പോട്ടിന്യൂസ് വന്നേക്കുന്നത്. സോ നമുക്ക് എന്ത് കിട്ടി? പെർപെൻഡിക്കുലർ 8 ആണെന്നറിയാം, ബേസ് 19 ആണെന്നറിയാം, ഹൈപ്പോട്ടിന്യൂസ് റൂട്ട് 245, റൂട്ടിനുള്ളിൽ 425 ആണെന്നറിയാം. സോ ഹൈപ്പോട്ടിന്യൂസ് നമുക്ക് കിട്ടി എത്രയാണ്? റൂട്ട് 425. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? സീക്ക് സ്ക്വയർ തീറ്റയുടെ വാല്യൂ ആണ് നമുക്ക് കാണണ്ടേ. സോ സീക്ക് തീറ്റ എന്ന് പറയുന്നത് എന്താ? സീക്ക് തീറ്റ എന്ന് പറയുന്നത് ഹൈപ്പോട്ടിന്യൂസ് ബൈ ബേസ് ആണ് എന്ത്? സീക്ക് തീറ്റ. സോ സീക്ക് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താ? ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ബൈ ബേസ് സ്ക്വയർ. സോ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത് റൂട്ട് 425, സ്ക്വയർ എടുക്കുമ്പോൾ എന്താവും? 425 ബൈ ബേസ് എന്ന് പറയുന്നത് എന്താ? 19 ആണ് ബേസ്. സോ സ്ക്വയർ എന്ന് പറയുന്നത് 361 എന്ന് വരും. സോ സീക്ക് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 425 ബൈ 361 ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് സീക്ക് തീറ്റ മൈനസ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എം, ദെൻ വാട്ട് ഈസ് 2 ഇൻറ്റു ടാൻ തീറ്റ? സോ ഇത് ട്രിഗണോമെട്രിയിലെ ഒരു ഐഡൻറ്റിറ്റി ആണ് ഇത്. കാരണം സീക്ക് തീറ്റ മൈനസ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എം ആണെങ്കിൽ ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താ? 1 മൈനസ് എം സ്ക്വയർ ബൈ 2m. അതായത് സീക്ക് തീറ്റ മൈനസ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എം ആണെങ്കിൽ ടാൻ തീറ്റയുടെ വാല്യൂ കാണാൻ 1 മൈനസ് എം സ്ക്വയർ ബൈ 2m. സോ ടാൻ തീറ്റയുടെ വാല്യൂ ആണ് 1 മൈനസ് എം സ്ക്വയർ ബൈ 2m. സോ 2 ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്ത് കിട്ടും? 2 ഇൻറ്റു ടാൻ തീറ്റ, അതായത് 2 ഇൻറ്റു 1 മൈനസ് എം സ്ക്വയർ ബൈ 2m. അടിയിലത്തെ 2 കട്ട് ചെയ്ത് പോവും. സോ 2 ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താ? 1 മൈനസ് എം സ്ക്വയർ ബൈ എം ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.